ഹലോ, ഒന്ന് നമുക്ക് അടിപൊളി ചട്ടിയിൽ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയാലോ? അതിന് തന്നെ ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2-3 സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് ചിക്കൻ അവിടെ മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. മല്ലിപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും ഗരം മസാലയും ഉപ്പും ചേർന്ന് നാരങ്ങ നീരൊക്കെ തേച്ചിട്ട് അവിടെ സെറ്റാക്കി വെക്കണം. അപ്പോഴേക്കും നമ്മുടെ ആദ്യം അതാണ് ചെയ്യേണ്ടത്. അപ്പോഴേക്കും നമ്മൾ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഒന്ന് മൂടി വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 തുടം വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കേ. അപ്പം നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ഈ സമയത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞ് വരണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ നാടൻ ചട്ടിയിൽ വെച്ച ചിക്കൻ റോസ്റ്റ്. പിന്നെ അതിലേക്ക് നമ്മൾ 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. ചിക്കൻ ഇട്ട് അവസാനം ചേർത്ത് കൊടുത്താലും മതി. അപ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വേറെ ഒന്നുമില്ല, പണി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. ഒരു നാടൻ ചട്ടിയിൽ വെച്ച ഒരു ചിക്കൻ റോസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തുറന്ന് വെച്ചിട്ടും വേവിച്ചെടുക്കുക, അടച്ച് വെച്ചിട്ടും വേവിച്ചെടുക്കുക. എങ്ങനെ വേവിച്ചാലും ഈ ചിക്കൻ റോസ്റ്റ് സൂപ്പറായിരിക്കും മക്കളെ. നല്ല ടേസ്റ്റാണ്. കറിവേപ്പില മല്ലിയിലയൊക്കെ ചേർത്ത് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മല്ലിയില ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു റോസ്റ്റാണ് കേട്ടോ. പത്തിരിയുടെ കൂടെയും കഴിക്കാം. അപ്പോൾ ബായ്.